വെളിച്ചമെന്ന സംവാദ പരമ്പരയിലേക്ക് ഏവർക്കും, പ്രത്യേകിച്ച് ശ്രീ പെരുമ്പടം ശ്രീധരൻ സാറിന് സ്വാഗതം. ആധ്യാത്മികതയെക്കുറിച്ചുള്ള സാറിൻ്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. പ്രപഞ്ചവുമായിട്ട് മറ്റ് സഹജീവികളുമായിട്ടൊക്കെ മനുഷ്യനെ ഇണക്കി ചേർക്കാത്ത ഒരു ആധ്യാത്മികതയ്ക്ക് എന്തോ ഒരു അപാകത ഉണ്ടാവുന്നുണ്ട്. ആധ്യാത്മികതയുടെ കാതൽ സാറിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹമാണ്. ഇതാണെന്ന് തോന്നുന്നു സാറിൻ്റെ ആധ്യാത്മികതയെക്കുറിച്ചുള്ള വീക്ഷണം. ഈ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ചിന്തയാണ് എനിക്ക് ആത്മീയത എന്ന് പറയുന്നത്. മനുഷ്യനും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധം, മനുഷ്യനും അനശ്വരതയും തമ്മിലുള്ള ബന്ധം, മനുഷ്യനും തമ്മിലുള്ള ബന്ധം, അങ്ങനെ അത് സ്നേഹത്തിൻ്റെ ഒരു ആത്മീയ ഭാവമായിട്ടാണ് ഈ ആധ്യാത്മികത എൻ്റെ മനസ്സിൽ വരുന്നത്. സ്നേഹത്തിനെതിരായി ഉള്ള പ്രവർത്തനങ്ങൾ ആധ്യാത്മികതയായിട്ട് ഒരു കാരണവശാലും യോജിച്ചു പോകുന്നത് ഒന്നല്ലല്ലോ. അല്ല, തീർച്ചയായിട്ടും അല്ല. ഇപ്പോൾ ആധ്യാത്മികതയുടെ പേരിൽ ചിലപ്പോൾ ചില ആളുകൾ മറ്റുള്ളവരെ ചിലപ്പോൾ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു, ആൾബോംബായിട്ട് മാറുന്നു. ഇതൊക്കെ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ആത്മീയതയുടെ തലം പോലും അല്ലല്ലോ. അച്ഛൻ പ്രശ്നം ഉന്നയിച്ചത് നന്നായി. ഇതൊക്കെയാണ് നമ്മുടെ കാലത്ത് ആത്മീയതയ്ക്ക് സംഭവിച്ച അപജയം. ഇപ്പോൾ ആത്മീയതയുടെ പേരിൽ മറ്റൊരാൾക്കെതിരായിട്ടോ മറ്റു സമൂഹത്തിന് എതിരായിട്ടോ ഒരു സമൂഹം തിരിയുന്നത് ഒരിക്കലും ആത്മീയതയല്ല, അത് ആധ്യാത്മികതയല്ല, അത് ഭക്തിയുമല്ല. അത് നീചമായ പാപനിർഭരമായ ഒന്നാണ്. അതിന് ആധ്യാത്മികതയുമായി ഒരു ബന്ധവുമില്ല. അതിൻ്റെയൊക്കെ പിന്നിൽ ഉള്ളത് ക്ഷുദ്രമായ മനോഭാവമാണ്. മനുഷ്യർക്കിടയിൽ ഛിദ്രതയുണ്ടാക്കാൻ, വൈരമുണ്ടാക്കാൻ, മനുഷ്യരെ ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ അന്യോന്യം ശത്രുക്കളാക്കി തീർക്കാനുള്ള ബോധപൂർവമായൊരു ശ്രമമാണ് അത്തരം കപട ആത്മീയതയ്ക്ക് പിന്നിൽ ഉള്ളത്. അതിന് ആത്മീയതയുമായി യാതൊരു ബന്ധവുമില്ല. അതിനകത്ത് ആത്മീയതയുടെ ചിഹ്നങ്ങൾ നമുക്ക് കാണാനുണ്ടാവും. അതൊക്കെ കപടമാണ്, അതൊക്കെ വഞ്ചനയുടെ മുദ്രകളായിട്ടാണ് വരുന്നത്. ആത്മീയതയ്ക്ക് അങ്ങനെയൊന്നുമില്ല. യഥാർത്ഥ ആത്മീയതയ്ക്ക് ഉള്ളിൽ ജാതി വരുന്നില്ല, മതം വരുന്നില്ല, രാഷ്ട്രീയം വരുന്നില്ല, സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങൾ ഒന്നും വരുന്നില്ല. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനും തമ്മിൽ ഏതോ സത്യമായ ഒരു ഉണ്മയുടെ തന്മാത്രകൾ മാത്രം എന്ന് പറയുന്ന വലിയ ഒരു അനുഭവം ഉണ്ടാകും. അതാണ് യഥാർത്ഥത്തിലുള്ള ഞാനും നീയും തമ്മിൽ ഭേദമില്ല, ഞാൻ തന്നെയാണ് നീ, എൻ്റെ ഒരംശം തന്നെയാണ് നീ ഇല്ലെങ്കിൽ ഞാനില്ല. അങ്ങനെയുള്ള ഒരു അദ്വൈതത്തെക്കുറിച്ച്, ഒരു അദ്വൈത ബോധത്തിലാണ് ഈ ആധ്യാത്മികതയുടെ അടിസ്ഥാനം നിലനിൽക്കുന്നത്. അദ്വൈതം എന്ന് പറയുമ്പോൾ ആ അദ്വൈത ചിന്തയെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങളെ ശാഖകളുമാണ്. അങ്ങനെ ഒരു ജൈവബന്ധം ഉണ്ടാവണം. അതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയത. അല്ലാതെ ഉള്ള ആത്മീയത കപടമായ ഒന്നാണ്, ക്ഷുദ്രമായ ഒന്നാണ്. അത് മനുഷ്യർക്കിടയിൽ അന്യോന്യം ശത്രുക്കളെ ഉണ്ടാക്കി തീർക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ഇങ്ങനെ കപടമായ ആത്മീയത കൊണ്ട് രാഷ്ട്രീയ കച്ചവടം നടത്തുന്ന പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഉണ്ട്. ഏതെങ്കിലും ഒരു ആത്മീയതയെക്കുറിച്ചുള്ള ഒരു പ്രസംഗത്തിൽ വെറുപ്പിനെക്കുറിച്ചുള്ള ഒരു പരാമർശനം വന്ന ഉടനെ തന്നെ നമുക്കറിയാം അവിടെ അത് ശരിക്കും ഒരു ആത്മീയതയല്ല. ആധ്യാത്മികതയുടെ ഒരു ഗുണവുമില്ലാത്ത ഒരാളെ പ്രസംഗിക്കുന്നത് നമുക്ക് മനസ്സിലാകും. കാരണം ആധ്യാത്മികത ശരിക്കുള്ള ആൾക്ക് സ്നേഹത്തെക്കുറിച്ചേ പറയാൻ പറ്റുള്ളൂ. ദസ്തയേവ്സ്കിയെക്കുറിച്ച് ഞാൻ സാറിൻ്റെ നോവലിൽ നിന്ന് വായിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് ബൈബിളിലെ ഒരു കഥാപാത്രം ജോബാണ്. ജോബ് തൻ്റെ സഹനങ്ങളെയൊക്കെ വളരെ ശ്രേഷ്ഠമായൊരു തലത്തിലേക്ക് ഉയർത്തി താഴത്തെ നിലയിൽ നിന്ന് ഒരു രണ്ടാം നിലയിലേക്ക് പോകുന്ന ഒരു അനുഭവം. ഒരു ആധ്യാത്മികതയുടെ പടവുകൾ കയറാനായിട്ട് ജോബ് തൻ്റെ സഹനങ്ങളെ ഉപയോഗപ്പെടുത്തുകയാണ്. ഏതാണ്ട് അതേപോലെ ഒരു അനുഭവം എനിക്ക് ഇദ്ദേഹത്തിൻ്റെ സംഘർഷങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, ഏകാന്തത, ഇതൊക്കെ ഇദ്ദേഹം ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് അങ്ങനെ ഉയർത്തുന്നു. ബൈബിൾ വായിച്ചും അർത്ഥം കണ്ടെത്തിയൊക്കെ പല പിരിമുറുക്കത്തിലൂടെയൊക്കെ കടന്ന് അതിനെയൊക്കെ എന്തോ ഒരു സ്നേഹത്തിൻ്റെ മാനം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു.
അങ്ങനെ ജോബുമായിട്ട് ഒരു താരതമ്യം എനിക്ക് അനുഭവപ്പെട്ടായിരുന്നു. ഒരു സങ്കീർത്തനം പോലെ വായിക്കുമ്പോൾ ദസ്തയേവ്സ്കിയുടെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക്, വിശേഷിച്ച് അച്ഛനെ പോലെ ഒരാൾക്ക്, ബൈബിളിലെ ജോബിനെ ഓർമ്മ വരുന്നു എങ്കിൽ എനിക്കത് ഏറ്റവും സന്തോഷകരമായൊരു കാര്യമാണ്. പീഡാനുഭവങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ ജീവിതത്തിൻ്റെ വിശുദ്ധി കൈവരിച്ച ഒരാളായിട്ടാണ് ജോബിനെ ഞാനും കാണുന്നത്. നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങളിൽ ഒരു ജോബും കടന്നു വരുന്നുണ്ട്. പീഡാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിരാശപ്പെടേണ്ടതില്ല. നമ്മൾ പരീക്ഷിക്കപ്പെടുകയാണ്. നമ്മുടെ വിശുദ്ധി പരീക്ഷിക്കപ്പെടുകയാണ്. ജോബിൻ്റെ ജീവിതം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് അങ്ങനെ ഒരാശയമാണ്. പീഡാനുഭവങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ പരീക്ഷിക്കപ്പെട്ട് മനുഷ്യൻ വിശുദ്ധിയുള്ള ഒരാത്മാവായിത്തീരുന്നു. അപ്പോൾ ജോബിനെ ഈ നോവൽ വായിക്കുമ്പോൾ ഓർമ്മിച്ചു എന്ന് കേൾക്കുന്നത് എനിക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഏത് സഹനത്തിലും പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്ന എന്തോ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് ഈ സഹനങ്ങളിലൂടെ, പീഡാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെയും ജീവിതത്തെക്കുറിച്ചുള്ള വലിയൊരു വാഗ്ദാനം എവിടെയോ ഉണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. ഏത് മനുഷ്യനും തോന്നിപ്പോകുന്നു. പ്രതീക്ഷയുടെ ഒരു വെളിച്ചം ദൂരെ ഇരുട്ടിൽ പ്രകാശിക്കുന്നുണ്ട്. ആ വെളിച്ചത്തിൻ്റെ നേർക്കാണ് ഓരോ ആളും നടക്കുന്നത്. ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്നുള്ള നോവൽ വായിച്ചപ്പോൾ എൻ്റെ മനസ്സാകെ പ്രക്ഷുബ്ധമായെന്ന് സാറ് എഴുതിയിട്ടുണ്ട്. അതിനുള്ള കാരണം എന്താണ്? അവിടെ സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു പുതിയൊരു കാഴ്ചപ്പാട് കിട്ടിയത് കൊണ്ടാണ്? എന്താ ശരിക്കും സാർ ഉദ്ദേശിക്കുന്നത്? ഞാൻ പെരുമ്പടവത്തെ എൻ്റെ വീട്ടിൽ താമസിക്കുന്ന കുട്ടിക്കാലത്താണ് ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും വായിക്കുന്നത്. ഇപ്പോൾ ബഷീറിനെയും തകഴിയെയും കേശവദേവനെയും പൊൻകുന്നം വർക്കിയെയും ലളിതാംബിക അന്തർജനത്തെയും കാരൂരിനെയും ഒക്കെ വായിച്ച് അങ്ങനെ വായനയുടെ ഒരു സംസ്കാരമാണ് എനിക്കതുവരെ ഉണ്ടായിരുന്നത്. ആ കാലത്താണ് ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും വായിക്കുന്നത്. മഴ അലറിപ്പെയ്യുന്നൊരു കർക്കിടക രാത്രിയിൽ ഉറക്കം വിളിച്ചിരുന്നാണ് ഞാൻ ആ പുസ്തകം വായിക്കുന്നത്. ആ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. അതിനുശേഷമുള്ള രാത്രികളിലും എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഈ നോവലിലെ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന ധർമ്മസങ്കടങ്ങൾ, അവർ ജീവിതത്തിൽ നേരിടുന്ന പരാജയങ്ങൾ, അവരുടെ നിസ്സഹായത, ഇതൊക്കെ ഇങ്ങനെ എൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. എൻ്റെ മനസ്സ് പ്രക്ഷുബ്ധമായൊരു കടൽ പോലെ അന്ന് അശാന്തമായിരുന്നു. ആ നോവൽ വായിച്ചതിൽ പിന്നെയാണ് ഞാൻ ദസ്തയേവ്സ്കിയുടെ ആരാധകനായി തീരുന്നത്. കുറ്റവും ശിക്ഷയും നൈമിഷികമായ ഒരു ഉൾപ്രേരണയ്ക്ക് കീഴടങ്ങി ഒരു പാപം ചെയ്യേണ്ടി വരുന്ന ചെറുപ്പക്കാരൻ്റെ ആത്മീയമായ യാതനയാണ് ചിത്രീകരിക്കുന്നതിനകത്ത്. ആ നോവലിനകത്തും ഈ റസ്കോൾനിക്കോഫ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ കണ്ടെത്തുന്ന സോനിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവർ തമ്മിലുള്ള സ്നേഹം അതും ഇതുപോലെ ദിവ്യമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്നേഹമാണ്. ഇയാളാണെങ്കിൽ ഒരു കൊലപാതകി, ആ പെൺകുട്ടിയാണെങ്കിൽ കുടുംബം പോറ്റാൻ വേണ്ടി സ്വന്തം ശരീരം തെരുവിൽ വിൽക്കുന്ന പാപിനിയായൊരു കുട്ടി. അവൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടതാണ്. അപ്പോൾ ഒരു കുറ്റവാളിയും പാപിനിയും തമ്മിലുള്ള കണ്ടുമുട്ടൽ, അവരുടെ സ്നേഹബന്ധം, ആ സ്നേഹബന്ധങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് മനുഷ്യൻ്റെ പാപമെന്ത് പുണ്യമെന്ത് എന്ന് പറയുന്ന ചില വിചാരങ്ങളിൽ ദസ്തയേവ്സ്കി പ്രവേശിക്കുന്നത്. ആ കഥയൊന്നും പറയേണ്ട കാര്യമില്ല, അതൊക്കെ ആ നോവൽ വായിച്ചിട്ടുള്ളവർക്ക് അറിയാൻ കഴിയും. പക്ഷേ ഇതിനകത്തൊരു പാപവിമോചനത്തിൻ്റെ ഒരു തലമുണ്ട്. എന്നെ ആകർഷിക്കുന്നത് അതാണ്. ഞാനൊരു കൊലപാതകിയാണ് എന്ന് ഈ റസ്കോൾനിക്കോഫ് പറയുന്നത് ഈ പെൺകുട്ടിയോടാണ്, സോണിയയോടാണ്. സോണിയ അത്ഭുതത്തോടു കൂടി റസ്കോൾനിക്കോഫിനെ നോക്കി നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം
ആ പെൺകുട്ടി അയാളോട് പറയുന്നു, നീ നാൾക്കൂട്ട പെരുവഴിയിൽ പോയി മുട്ടുകുത്തിയെന്ന് ലോകത്തോട് ഈ കുറ്റം ഏറ്റുപറയേ എന്ന്. ഒരു വല്ലാത്ത നിമിഷമാണത്. ആ നോവൽ വായിച്ചിട്ടുള്ള ആരും അത് മറക്കുകയില്ല. അങ്ങനെ അനേകം നിമിഷങ്ങൾ അതിനകത്തുണ്ട്, അവിസ്മരണീയമായ നിമിഷങ്ങൾ അനേകം ആ നോവലിനകത്തുണ്ട്. പക്ഷേ ഒരു രാത്രി സോണിയയുടെ വീട്ടിലെ തട്ടുംപുറത്ത് മങ്ങിയ വെളിച്ചത്തിൽ ഇരുന്ന് സോണിയ റസ്കോൾനിക്കോഫിനെ വിശുദ്ധ ലൂക്കായുടെ ബൈബിൾ വായിച്ച് കേൾപ്പിക്കുന്നൊരു ഭാഗമുണ്ട്. അതിനകത്ത് മരണത്തിൽ നിന്ന് യേശു വിളിച്ചിട്ട് ജീവിതത്തിലേക്ക് എഴുന്നേറ്റ് വരുന്ന ലാസറിനെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വാഗ്ദാനമുണ്ട്. അപാരമായ പ്രപഞ്ചവിസ്തൃതിയുള്ള ദിവ്യമായ സ്നേഹം വിളിച്ചാൽ മരണത്തിൽ നിന്നൊരാൾക്ക് തിരിച്ചു വരാൻ കഴിയും. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഞാനിത് കാണുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രോമിസ്, ഒരു വാഗ്ദാനമുണ്ട്. മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു വാഗ്ദാനം പോലും മനുഷ്യാനുഭവങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് ദസ്തയേവ്സ്കി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ച ഒരു കാര്യമായിരുന്നു. അന്നൊക്കെ ബൈബിളൊക്കെ വായിച്ച് ചെറിയൊരു വിജ്ഞാനം വെച്ചുകൊണ്ട് ഈ സന്ദർഭങ്ങളെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിൽ എൻ്റെ മനസ്സങ്ങനെ ഒരു കടൽ പോലെ ഇളകി മറിഞ്ഞ ദിവസങ്ങളായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ആ രാത്രി എൻ്റെ ഓർമ്മയിൽ എന്നും നിൽക്കുന്നത്. ഈ മഗ്ദലേന മറിയം തുടങ്ങിയ കഥാപാത്രങ്ങളും ഒക്കെ ഇതുപോലെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് കാണുമ്പോൾ വരികയാണ് ചെയ്യുന്നത്. അതുപോലെ സാറ് ലൂക്കായുടെ സുവിശേഷം ദസ്തയേവ്സ്കിയെ കൊണ്ട് വായിപ്പിക്കുന്നുള്ളത് നോവലിൽ പിശാച് ബാധിതനായ ആളുടെ ചരിത്രം പറയുന്നുണ്ട്. എന്നെക്കുറിച്ച് ശരിക്കും അറിയണമെങ്കിൽ അയാളുടെ കാര്യം വായിച്ചാൽ മതി. അപ്പം അതിനൊരു മറുപുറമുണ്ട്. അയാൾക്ക് എന്താ സംഭവിച്ചതെന്നുള്ളതും കൂടി ഒരുപക്ഷെ അതിനകത്ത് ധ്വനി ഉണ്ടാവണം. അയാൾ അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിന് മുമ്പിൽ വെച്ച് അയാൾ ഒരു നല്ല മനുഷ്യനായി മാറുന്നു, പുതിയ വസ്ത്രം ധരിക്കുന്നു, അയാൾ ബോധപൂർവ്വം സംസാരിക്കുന്നു, പുതിയൊരു സ്നേഹം അയാൾ അനുഭവിക്കുന്നു. അപ്പോൾ ഞാൻ ഈ തകർന്ന മനുഷ്യനാണെന്ന് പറയുമ്പോൾ തന്നെ ഒരു ഘട്ടം മാറി ഉടനെ തന്നെ ആ തകർച്ചയൊക്കെ മാറിയിട്ട് വേറൊരാളാവാൻ കഴിയും. അതൊക്കെ ഒരു പുതിയ ആളാകാൻ കഴിയും. അതിപ്പോൾ ഒരു ഞാൻ ക്രിസ്തുവിലാകുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി തീരുന്നു എന്ന് പറയുന്നതിന് പഴയതില്ല എന്ന് പറയുന്നില്ല. അപ്പോൾ ക്രിസ്തുവിലാകുമ്പോൾ എല്ലാവരും നവീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹം എല്ലാത്തിനെയും നവീകരിക്കും. അതിന് നിരുപാധികമായ സ്നേഹമാണ്. ആ സ്നേഹം എല്ലാത്തിനെയും നവീകരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യും. സാറിൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്നുള്ള നോവല് വളരെ ആഴമേറിയ മനഃശാസ്ത്ര പഠനമായിട്ടാണ് എനിക്ക് വായിച്ചപ്പോൾ തോന്നിയത്. ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് ആ വ്യക്തിയുടെ മനഃശാസ്ത്രപരമായ വളരെ വ്യക്തമായ മനസ്സിനെക്കുറിച്ചുള്ള വ്യക്തമായ പഠനം ഈ കൃതിയിലുണ്ട്. മനഃശാസ്ത്രത്തിൽ സാറിന് തീർച്ചയായിട്ടും വളരെ ആഴമായ ജ്ഞാനം സാറിനുണ്ടെന്ന് ഈ കൃതി വായിക്കുമ്പോഴത്തേക്കും മനസ്സിലാകും. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ശൈശവം മുതലുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നുണ്ടായ അച്ഛനിൽ നിന്ന് അമ്മയിൽ നിന്നൊക്കെ ഉണ്ടായ പല തിക്ത അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലെ ചില പ്രത്യേകതകൾക്കെങ്കിലും കാരണമായി ഭവിച്ചിട്ടില്ലേ? ദസ്തയേവ്സ്കിയുടെ ജീവിതത്തിലെ പാളിച്ചകൾക്കും വീഴ്ചകൾക്കുമൊക്കെ അദ്ദേഹത്തിൻ്റെ കുടുംബ ജീവിതവും ഒരു കാരണമായിരുന്നു. അച്ഛനും അമ്മയും തമ്മിലുള്ള പൊരുത്തക്കേട്, അച്ഛനും ദസ്തയേവ്സ്കിയും തമ്മിലുള്ള അകൽച്ച, അന്നൊക്കെ കുടുംബ ബന്ധങ്ങളിൽ അനുഭവപ്പെട്ട ആ സ്നേഹശൂന്യത, വിശ്വാസ തകർച്ച വ്യക്തി എന്നുള്ള നിലയ്ക്ക് ദസ്തയേവ്സ്കിയുടെ ജീവിതത്തെ ഇരുണ്ടതാക്കി തീർത്തു. ജീവിതം നീളെ ആ ഇരുളിമ നിലനിൽക്കുകയും ചെയ്തു. ആ പശ്ചാത്തലത്തിൽ നിന്നാണ് സ്നേഹം അന്വേഷിച്ച്, സമാധാനം അന്വേഷിച്ച്, സൗഹൃദം അന്വേഷിച്ച് ദസ്തയേവ്സ്കി ഏകാകിയായി അലഞ്ഞത്. കുടുംബ ബന്ധങ്ങളിൽ വരുന്ന തകർച്ച വ്യക്തിയുടെ ജീവിതത്തെ വല്ലാതെ ദോഷകരമായി ബാധിക്കും. കുടുംബം വ്യക്തിയുടെ ജീവിതത്തെ ഭദ്രമാക്കി തീർക്കുന്ന ഒരു അടിസ്ഥാന ഘടകമാണ്. കുടുംബത്തിലെ സ്നേഹവും കുടുംബത്തിലെ
പരസ്പര വിശ്വാസവും ഒരാളുടെ ജീവിതത്തെ ഭദ്രമാക്കി തീർക്കുന്ന ഘടകങ്ങളാണ്. ദൗർഭാഗ്യവശാൽ താൻ ആഗ്രഹിച്ച തരത്തിൽ ദസ്തയേവ്സ്കിക്ക് അത് കിട്ടിയിരുന്നില്ല. ജീവിതത്തെ ദുരന്തപൂർണമായ ഒരു കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുപോകാൻ ദസ്തയേവ്സ്കിയെ പ്രേരിപ്പിച്ചത് ഇത്തരം സ്നേഹശൂന്യമായ അനുഭവങ്ങൾ ആയിരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുടുംബത്തിൻ്റെ വിശുദ്ധി അത് നമ്മുടെ മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ മുഴുവൻ ഈ കുടുംബത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ളൊരു സങ്കല്പമുണ്ട്. ഇപ്പോൾ ഹിന്ദു മിത്തോളജിയിലാണെങ്കിൽ ദൈവങ്ങൾക്കൊക്കെ ഭദ്രമായ കുടുംബ ബന്ധങ്ങളുള്ളവരാണ്. ഇപ്പോൾ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നൊക്കെ പറയുന്ന ത്രിമൂർത്തികൾ, അവർക്കൊക്കെ ഭദ്രമായ കുടുംബ ബന്ധങ്ങളുണ്ടായിരുന്നു. ഈ മാതൃകാപരമായ കുടുംബ ജീവിതത്തിലൂടെ ആണ് പിന്നീടുള്ള തലമുറകളെ വരും കാലങ്ങളിലെ മനുഷ്യർ എങ്ങനെ കുടുംബത്തോടു കൂടി ഭദ്രമായി സ്നേഹനിർഭരമായി ജീവിക്കണം എന്ന് പഠിപ്പിച്ചത്. അപ്പം അത് ക്രിസ്തുവിൻ്റെ കുടുംബത്തിലും അറിയാം. ആ തിരുക്കുടുംബം എന്ന് പറയുന്ന സ്നേഹത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ ഒരിക്കലും വിളകാത്ത ഒരു അടിത്തറയിലാണ് ആ കുടുംബം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കുടുംബത്തിൻ്റെ സ്നേഹം, കുടുംബത്തിലെ വിശ്വാസ്യത എന്ന് പറയുന്നത് വ്യക്തിയുടെ ജീവിതത്തെ ഭദ്രമാക്കി തീർക്കുന്നതിനുള്ള ഒരു ഉറപ്പാണ്. കുടുംബ ബന്ധങ്ങൾ നന്നായിരിക്കണം. കുടുംബ ബന്ധങ്ങളിലെ ആ സ്വച്ഛതയാണ്, അല്ലെങ്കിൽ സ്വച്ഛതയാർന്ന കുടുംബങ്ങളുടെ ഒരു നൈരന്തര്യമാണ് ഒരു സമൂഹത്തെ ഉത്കൃഷ്ടമായ ഒന്നാക്കി തീർക്കുന്നത്. അത് നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു കുടുംബ ജീവിതം ദസ്തയേവ്സ്കിക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ കുടുംബ ബന്ധങ്ങൾ, മനുഷ്യബന്ധങ്ങൾ ഏറ്റവും പവിത്രമാണ്. കുടുംബ ബന്ധങ്ങൾ ഏറ്റവും പവിത്രമാണ്. അത് അമൂല്യമായി സൂക്ഷിക്കുന്ന കുടുംബങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഈ സന്തോഷം ഉള്ളത്, ജീവിതമുള്ളത് അവിടെയാണ്. അല്ലാത്തിടത്തൊക്കെ ഈ ശാപത്തിൻ്റെ നിഴലുകൾ വീണ് കിടക്കുന്നുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. സഭയുടെ കാഴ്ചപ്പാടനുസരിച്ച് സഭ കുടുംബത്തെ തന്നെ വിളിക്കുന്നത് തന്നെ ഗാർഹിക സഭ, കുടുംബസഭ എന്നാണ് വിളിക്കുക. അപ്പോൾ ഓരോ കുടുംബവും സഭയുടെ, തിരുസഭയുടെ, കത്തോലിക്ക സഭയുടെ ഒരു ചെറിയ പതിപ്പായിട്ടാണ് കത്തോലിക്ക സഭ കുടുംബങ്ങളെ കുറിച്ച് പഠിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിൽ ഇന്ന് നമ്മൾ കുടുംബങ്ങളെക്കുറിച്ച് പഠിക്കുന്ന അവസരത്തിൽ അപ്പൻ ജോലിക്കാരൻ, അമ്മ ജോലിക്ക് പോകുന്നു. അപ്പോൾ കുടുംബങ്ങളിൽ പലപ്പോഴും കുട്ടികൾക്ക് വേണ്ട പോലെയുള്ളൊരു പരിശീലനം, ആത്മീയ പരിശീലനം അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ അനുഭവം കിട്ടുന്നില്ല. അതുകൊണ്ട് ധാരാളം ചെറുപ്പക്കാർ വഴിതെറ്റി പോകുന്നു എന്ന് പറയാൻ പറ്റുമോ? ഈ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന സ്നേഹശൂന്യതയും വിശ്വാസ തകർച്ചയും വ്യക്തികളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും. നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനമില്ലാതെ പോകുന്നതിൻ്റെ ഒരു കാരണം അവിടെ സ്നേഹം ഇല്ലാതെ വരുന്നതും അവിടെ വിശ്വാസം തകരുന്നതുമാണ്. അപ്പോൾ അത്തരം മനുഷ്യബന്ധങ്ങളുടെ പവിത്രതയെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് സ്നേഹം കിട്ടുന്നില്ല. ഇന്ന് നമ്മുടെ ഈ താൽക്കാലികമായിട്ടുള്ള ലൗകികമായ പ്രലോഭനങ്ങൾക്ക് കീഴ്വഴങ്ങി മനുഷ്യനൊരു മത്സര ഓട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അന്യോന്യം ഉള്ള സ്നേഹം പങ്കുവയ്ക്കാനോ അച്ഛനമ്മമാർക്ക് മക്കളെ ലാളിക്കാനോ അവരെ സ്നേഹിക്കാനോ സമയം കിട്ടുന്നില്ല. കുട്ടികൾക്ക് അച്ഛനമ്മമാരുടെ സ്നേഹം ഒരു തണലായി അവരുടെ ശിരസിൽ മീതെ ഇല്ലാതെ വരുന്നു. ഇങ്ങനെ എല്ലാവരും ഒരർത്ഥത്തിൽ ഏകാകികളായിത്തീരുകയാണ്, ഒറ്റപ്പെട്ടവരായിത്തീരുകയാണ്. ഓരോരുത്തരും അവരവരുടെ ഏകാകിതയുടെ ഒരു മഹാശൂന്യതയിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും അങ്ങനെ. അത് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ടെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. കുട്ടികൾക്ക് അച്ഛനമ്മമാരുടെ സ്നേഹം കിട്ടണം. പഴയ കൂട്ടുകുടുംബങ്ങൾ തകർന്നു പോയിരിക്കുന്നു. ഇന്നിപ്പോൾ അണുകുടുംബങ്ങൾ, അച്ഛനും അമ്മയും ഒരു കുട്ടിയും മാത്രം എന്നുള്ള നിലയിലേക്ക് മാറി. അപ്പോൾ മനുഷ്യബന്ധങ്ങൾ ഇടയിൽ അത്രയും അകൽച്ച ഉണ്ടായിരിക്കുന്നു. അല്ലെങ്കിൽ അതൊക്കെ കൂടുതൽ ഏകാന്തമായി തീർന്നുകൊണ്ടിരിക്കുന്നു, ഒറ്റപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു. അപ്പോൾ സ്നേഹവും വാത്സല്യവും എന്നൊക്കെ പറയുന്നത് വെറും പൊള്ളയായ വാക്കുകളായിത്തീരുന്നു നമുക്ക്. അതിൻ്റെ ദോഷമാണ് ഇന്ന് സമൂഹത്തിൽ നമ്മൾ കാണുന്നത്. വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കന്മാർ കുട്ടികൾക്ക് കൊടുക്കുന്ന മൂല്യം സ്നേഹമല്ല, അവർ തന്നെ ജീവിക്കുന്ന മൂല്യവും സ്നേഹമല്ല,
അപ്പോൾ ഈ പ്രശ്നങ്ങൾ വരുന്നു. അവർ ഒന്നാം സ്ഥാനം ജോലിക്ക് കൊടുക്കുന്നു, ഒന്നാം സ്ഥാനം പണത്തിന് കൊടുക്കുന്നു, അവർ കുട്ടികൾക്ക് കൊടുക്കുന്ന ആശയം അതുതന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സ്നേഹത്തിന് എതിരായി വരുന്ന എല്ലാ പ്രവണതകളും ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് പ്രശ്നങ്ങൾക്ക് കാരണമായി തീരും. ഇത് അച്ഛന് തമാശയായിട്ട് തോന്നുമായിരിക്കും, പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാവരും ഓരോ യുദ്ധത്തിലാണ്. കുടുംബത്തിൽ യുദ്ധം നടക്കുന്നു, ഭാര്യയും ഭർത്താവും തമ്മിലൊരു യുദ്ധം, ഞാനോ നീയോ വലുത്. ജ്യേഷ്ഠാനുജന്മാർക്കിടയിൽ ഒരു യുദ്ധം നടക്കുന്നു, ഞാനോ നീയോ വലുത്. ആർക്കാണ് ഇവിടെ കൂടുതൽ അധികാരം, ആർക്കാണ് ഇവിടെ കൂടുതൽ അവകാശം? ഇത് കുടുംബത്തിൽ, സമൂഹത്തിൽ, രാജ്യത്തിൽ എല്ലായിടത്തും ഇങ്ങനെ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ലോകം മുഴുവൻ യുദ്ധങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വ്യക്തിയുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സമൂഹത്തിൻ്റെ ജീവിതത്തിൽ, രാജ്യങ്ങളുടെ ജീവിതത്തിലൊക്കെ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. ആരും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല. മറ്റുള്ളവരെക്കുറിച്ചൊരു പരിഗണനയില്ല, ഒരു കരുതൽ ഇല്ല. മറ്റൊരാളുടെ, അന്യൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠയാണ് സംസ്കാരത്തിൻ്റെ ഒരു അടയാളം. പക്ഷെ അത് നമുക്കില്ലാതെ ആയിരിക്കും. എല്ലാം എൻ്റെ എന്നുള്ളത് സ്വാർത്ഥതയാണ് ഇന്നാകെയുള്ള ഒരു കൈമുതൽ മനുഷ്യൻ്റെ അടയാളം, ആത്മമുദ്ര ഇന്ന് സ്വാർത്ഥതയായി തീർന്നിരിക്കുന്നു. എൻ്റെ എത്ര കിട്ടിയാലും പോരാ. ഒരു 1000 കൈകളുള്ള ഒരു നീരാളിയെപ്പോലെയാണ് മനുഷ്യൻ്റെ ഉള്ളിൽ ഇന്ന് അസംതൃപ്തമായ മനസ്സ്. 1000 കൈകൾ കൊണ്ട് സമൂഹത്തിന്, തനിക്ക് ചുറ്റുമുള്ളതിനെ മുഴുവൻ വലിച്ചടിപ്പിച്ച് ഇത് എൻ്റേതാക്കണം, വേറൊരാൾക്കും വിട്ടുകൊടുക്കുകയില്ല എന്ന്. എത്ര കിട്ടിയാലും പോരാ. സമ്പത്ത്, അധികാരം, പ്രശസ്തി എത്ര കിട്ടിയാലും പോരാ. അങ്ങനെ മനുഷ്യൻ ഇങ്ങനെ സ്വാർത്ഥനായിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്വാർത്ഥത കൊണ്ട് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് അതിക്രമിച്ച് കടക്കുകയും അയാളുടെ ജീവിതം തകർക്കുകയും അങ്ങനെ സമൂഹത്തിൻ്റെ ഒട്ടാകെ ജീവിതത്തെ താറുമാറാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഓരോ ആളും മാറിയിരിക്കുന്നു. അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ യുദ്ധം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തമാശയായിട്ട് പറയാറുണ്ടല്ലോ,